സിബിൽ സ്കോർ ആശങ്കയ്ക്ക് ആശ്വാസമാവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിബിൽ സ്കോറിന്റെ അശാസ്ത്രീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ തുടർച്ചയായിട്ട് ക്യാമ്പയിനുകൾ ചെയ്തത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരുപാട് പ്രതികരണമാണ് ലഭിച്ചത്. പക്ഷേ അത്ര എളുപ്പത്തിൽ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നടപടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നടപടിയായിരിക്കുന്നു. ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ 4 തവണയാക്കാൻ തീരുമാനമായി. ജനുവരി 1 മുതൽ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ 4 തവണയാക്കും. RBI നിർദ്ദേശം ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ അംഗീകരിച്ചു. പുതിയ തീരുമാനം വായ്പകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. പലിശ നിരക്ക് കുറയാനും സഹായിക്കും. സിബിൽ സ്കോറിലെ ആശങ്കകളിൽ റിപ്പോർട്ടർ നേരത്തെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇപ്പോൾ PR സുനിലും TV പ്രസാദും ചേരുന്നു. PR സുനിൽ, ഇപ്പോൾ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് മാസത്തിൽ 4 തവണ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയാണ്. നേരത്തെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ സിബിൽ സ്കോർ പ്രകാരം അർഹരായ പലർക്കും ലോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് പോലും പലപ്പോഴും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതും വലിയ പിഴവായി മാറിയിരുന്നു. മാത്രമല്ല, അത് സിബിൽ സ്കോർ റിഫ്ലക്ട് ചെയ്യാത്തത്, അവരുടെ ക്രെഡിറ്റ് സ്കോർ റിഫ്ലക്ട് ചെയ്യാത്തത് പല അർഹരായ ആളുകളുടെയും ലോൺ യോഗ്യതയെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിബിൽ സ്കോറിൽ ഇപ്പോൾ RBIയുടെ ഇടപെടൽ, റിപ്പോർട്ടറിന്റെ ക്യാമ്പയിൻ ഒരുപാട് പേര് ഷെയർ ചെയ്തെങ്കിലും പക്ഷേ നമ്മൾ ഇത്ര പെട്ടെന്നൊരു നടപടി പ്രതീക്ഷിച്ചില്ല. എന്താണ് നമ്മൾ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ഇത് ഗുണകരമായി മാറുക? PR സുനിൽ. അരുൺ, വലിയ തീരുമാനമാണ് ക്രെഡിറ്റ് സ്കോർ കമ്പനികൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റിപ്പോർട്ടർ വലിയ വാർത്തയായി ഈ സിബിൽ സ്കോർ ഉണ്ടാക്കുന്ന ഭീഷണി അല്ലെങ്കിൽ ആശങ്ക ഒക്കെ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, ജനങ്ങളെ അറിയിച്ചതാണ്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലൊരു വലിയ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ആ തീരുമാനം എന്നത് ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് സ്കോറുകൾ മാസത്തിൽ 4 തവണ അപ്ഡേറ്റ് ചെയ്യും എന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സിബിൽ സ്കോറിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, നിലവിൽ മാസത്തിൽ 1 തവണയാണ് സിബിൽ സ്കോർ അപ്ഡേഷൻ വരുന്നത്. സ്വാഭാവികമായും ഒരു വായ്പ അടവ് വൈകുകയാണെങ്കിൽ അത് ഈ സിബിൽ സ്കോറിൽ റിഫ്ലക്ട് ചെയ്യും. സ്വാഭാവികമായും അത് സിബിൽ സ്കോറിനെ ബാധിക്കും. അത് ഈ ഒരു മോശം സിബിൽ സ്കോറായി ഈ വായ്പ അടയ്ക്കുന്ന ആളുടെ ഒരു ക്രെഡിറ്റ് സ്കോറിൽ കാണിക്കും. സ്വാഭാവികമായും പിന്നീട് മറ്റേതെങ്കിലും വായ്പ ലഭിക്കുന്നതിനും ക്രെഡിറ്റ് കാർഡ് പോലുള്ള സംവിധാനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ തന്നെ അത് വലിയ തടസ്സമുണ്ടാക്കും. ഏതായാലും നിലവിൽ 4 തവണ മാസത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിച്ചു പോകും എന്നതാണ്. സ്വാഭാവികമായും വായ്പ വേഗത്തിൽ ലഭിക്കുന്നതിന്, അതിന്റെ കാലതാമസം ഒഴിവാക്കുന്നതിന്, മാത്രമല്ല പലിശ കുറയ്ക്കുന്നതിന്. കാരണം ഈ പലിശ ക്രെഡിറ്റ് സ്കോർ നോക്കിയാണ് പല ബാങ്കുകളും നിശ്ചയിക്കുന്നത്. ഒരാളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണ് എങ്കിൽ അയാൾക്ക് വായ്പ നൽകാൻ തീരുമാനിച്ചാൽ പലിശ ഒരുപക്ഷെ കൂടുതൽ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഏതായാലും ഈ ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോർ ഇതൊക്കെ തന്നെ നോക്കിയാണ് രാജ്യത്തെ എല്ലാ ബാങ്കുകളും ആളുകൾക്ക് വായ്പ നൽകാറുള്ളത്. ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ വായ്പ നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും അതൊക്കെ തന്നെ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നതിന് ഇത് സഹായിക്കും. ഇത് സാമ്പത്തിക മേഖലയിൽ ഒക്കെ തന്നെ ഇത് വലിയ ഒരു ചലനമുണ്ടാക്കും എന്നാണ് RBI അടക്കം വിലയിരുത്തുന്നത്. ഈ ക്രെഡിറ്റ് സ്കോറിൽ ഉണ്ടാകുന്ന ഈ ഒരു മോശം അവസ്ഥ, ആളുകൾക്ക് വായ്പ ലഭിക്കാത്ത സാഹചര്യമൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനമന്ത്രാലയമൊക്കെ തന്നെ നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഏതായാലും RBI ഇക്കാര്യത്തിൽ നേരത്തെ ഒരു കരട് രൂപരേഖ തയ്യാറാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ കമ്പനികൾ അംഗീകരിച്ച് ഇപ്പോൾ മാസത്തിൽ 4 തവണ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് വ്യവസായികളാണെങ്കിലും ശരി, ബിസിനസ്സുകാരാണെങ്കിലും ശരി, ഇവരൊക്കെ ഈ സിബിൽ സ്കോറിന്റെ അശാസ്ത്രീയതയിൽ വല്ലാതെ ബുദ്ധിമുട്ടി വലഞ്ഞിരുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിൻ പലതരത്തിലുള്ള സംഘടനകളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ RBI നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. മാസത്തിൽ 4 തവണ ക്രെഡിറ്റ് സ്കോർ റിഫ്ലക്ട് ചെയ്യും. അത് കുറേയേറെ ആശ്വാസകരമായി തീരില്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് കമ്പനികളാണ് ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റ് സ്കോർ ചുരുക്കി കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വായ്പ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതേതെങ്കിലും വൻകിടക്കാരുടെ പ്രശ്നമല്ല അരുൺ. ഇത് ഏറ്റവും ആത്യന്തികമായി ബാധിക്കുന്നത് പാവങ്ങളെയാണ്. പാവപ്പെട്ട മനുഷ്യർ ഇപ്പോൾ ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ വാങ്ങി ഉപജീവനം നടത്താം എന്ന് കരുതിയാൽ പോലും എപ്പോഴെങ്കിലും എടുത്ത വായ്പ മുടങ്ങിയതിൻ്റെ പേരിലാണ് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ശരിക്കും പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ മണിക്കൂറുകൾ നീണ്ട ഒരു ലൈവത്തോണായി അവതരിപ്പിച്ചത്. അപ്പോഴാണ് അതിൽ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. നമ്മൾ പോലും മനസ്സിലാക്കിയത് എപ്പോഴെങ്കിലും ലോണ് മുടങ്ങിയാലാണ് ഈ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ് താഴെ വരിക, അതാണ് പിന്നീട് ശരിയാവാത്തത് എന്നുള്ളതാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അടച്ചു തീർന്ന വായ്പയാണെങ്കിൽ പോലും
അതും ഈ സിബിൽ സ്കോറിനെ ദോഷകരമായി ബാധിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് അതിന്റെ ഭാഗമായി വന്നത്. എന്തായാലും റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടിയിലേക്ക് നീങ്ങിയത് സ്വാഗതാർഹമാണ്. അരുൺ, താങ്ക് യു. അപ്പൊ ഇനി ടി വി പ്രസാദ് പലിശയൊക്കെ എടുത്തോ കേട്ടോ? പലിശയ്ക്ക് ലോണൊക്കെ എടുത്തോ? സിവിൽ സ്കോർ വലിയ പ്രശ്നമാവത്തില്ലെന്ന് തോന്നുന്നു. അരുൺ, ഇതൊക്കെ പറയും, നടക്കുമെന്നറിയോ? ആര് പൈസ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ആര് പ്രീമിയം അടയ്ക്കും, ഇൻട്രസ്റ്റ് ആരടയ്ക്കും എന്നുള്ളതാണ് ചോദ്യം. താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു പി എസ് സുനിൽ.